Dear students, നമ്മൾ നോക്കുന്നത് ചാപ്റ്റർ 4 ആണ്. ഓക്കെ, നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ 4, ദാറ്റ് ഈസ് ട്രാൻസ്പോർട്ടേഷൻ മോഡൽ. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ മോഡലിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കാണുന്നത്. നമുക്ക് വളരെ പരിചയമില്ലാത്ത ഒരു രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് മെയിൻലി ട്രാൻസ്പോർട്ടേഷൻ മോഡലിൽ വരുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ, ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ തന്നെയാണിത്. ഇതിൽ നമ്മൾ ഇതുവരെ കണ്ട് ശീലിക്കാത്ത, നമ്മൾ ഇതുവരെ പഠിക്കാത്ത രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, വി ക്യാൻ സീ വാട്ട് ഈസ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. സോ ഈ ബേസിക് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആരാണ് കണ്ടുപിടിച്ചത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത് F.I. ഹിച്ച്കോക്ക് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം കണ്ടുപിടിച്ചത്. അപ്പം നമുക്കറിയാം ട്രാൻസ്പോർട്ടേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഓക്കെ, സോ അതിനെ റിലേറ്റ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഡിസിഷൻ എടുക്കുമ്പം ബിസിനസ്മാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത് അറ്റ് എ പ്ലേസിലാണ്. ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ നമ്മൾ പ്രൊഡക്ഷൻ നടത്തിയതിന് ശേഷം ആ പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സർവീസ് എന്ന് പറയുന്നത് നമ്മൾ പല ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തിക്കണം. എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ റവന്യൂ ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്, ഡിസ്ട്രിബ്യൂഷൻ ചാനലുകൾ. അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് വേ ഹൗസിങ്. രണ്ടും ഒരുമിച്ച് പോകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. എങ്ങനെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമൈസ് ചെയ്യാം എന്ന കാര്യമാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ മോഡൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ മെയിൻലി പഠിക്കുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമ്മൾ മാക്സിമം കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതും കൂടെ നമ്മുടെ റവന്യൂ ആയിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ട്രാൻസ്പോർട്ടേഷൻ കുറയ്ക്കുക, കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ചാപ്റ്ററിൽ നമ്മുടെ ഉദ്ദേശം. അതിനുവേണ്ടി നമ്മൾ പല ടെക്നിക്കുകൾ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ വരുന്നത് ഫിസിക്കൽ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം വേരിയസ് സോഴ്സ് ഓഫ് origins to multiple demand destinations within the given constraint of supply and demand. അപ്പം നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മൾ കണ്ടു, നമുക്ക് ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണം. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഡ്യൂട്ടിയാണ്. ഒന്നെങ്കിൽ കോസ്റ്റ് കുറയ്ക്കുക അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ളത് നമ്മുടെ ഒരു ടാസ്ക്കാണ്, നമ്മുടെ ഒരു ഒബ്ജക്റ്റീവാണ്, നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനായിട്ട് വരിക. അതിനെ എതിർക്കുന്നത് അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസ്ട്രെയിനുകൾ എന്ന് പറയുന്നത്. സോ there may be 2 or more constraint in a particular objective function. അപ്പം ഇവിടെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ആ കാര്യത്തിന് പല കൺസ്ട്രെയിനുകളുണ്ട്. ഡിമാൻഡും സപ്ലൈയുമായി ബന്ധപ്പെട്ട പല കൺസ്ട്രെയിനുകളും നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഈ കൺസ്ട്രെയിനുകളെല്ലാം മാറ്റിക്കൊണ്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ പറ്റണം. അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുമ്പോൾ തന്നെ നമ്മുടെ കോസ്റ്റിനെ ടു മിനിമം ആക്കി വെച്ചുകൊണ്ട് വേണം നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ. അത് എങ്ങനെയൊക്കെ സാധ്യമാകും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇപ്പോൾ ഒരു 3 മെത്തേഡിലാണ് നമ്മൾ മെയിൻലി ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ് ചെയ്യുന്നത്, ഏറ്റവും കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എങ്ങനെ ഏറ്റവും മിനിമം ആക്കാം എന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, സോ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഇസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു സിംപ്ലക്സ് മെത്തേഡ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. സിംപ്ലക്സ് മെത്തേഡ് ഉണ്ട്, പക്ഷെ അത് വളരെ ഡിഫിക്കൽട്ടാണ് ചെയ്യാൻ. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തെ പോലെയല്ല, അതിൻ്റെ ഒരു ഡിഫിക്കൽട്ട് ലെവൽ വളരെ കൂടിയ ടൈപ്പ് ഓഫ് പ്രോബ്ലമാണ് സിംപ്ലക്സ്. അതുകൊണ്ടാണ് നമ്മൾ തൽക്കാലത്തേക്ക് സ്കിപ്പ് ചെയ്തത്. ഇനിയിപ്പം നമ്മളത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, അസൈൻമെൻറ്റ് പ്രോബ്ലം, അങ്ങനെ 2 രീതിയിലുള്ള പ്രോബ്ലം ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സിംപ്ലക്സിലേക്ക് പോകും. അപ്പോൾ ഇതൊക്കെ എന്ത് തന്നെയാണ്, LPPൻ്റെ ഒരു വകഭേദം തന്നെയാണ് ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ, അസൈൻമെൻറ്റ്, സിംപ്ലക്സ് എന്നൊക്കെ പറയുന്നതൊക്കെ. ഓക്കെ, ഇതിൽ ഉണ്ടാവുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് when goods are required to be transferred from source of lands to some destination or market at minimum cost. അപ്പം നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, നമ്മൾ സാധാരണ ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ് മനസ്സിൽ കാണേണ്ടത്. അപ്പം ഒരു പ്രൊഡ്യൂസ്ഡ് യൂണിറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു കാര്യം, അത് അതിൻ്റെ മാനുഫാക്ചറിങ് ഡെസ്റ്റിനേഷനിൽ നിന്ന് അത് കസ്റ്റമറിൻ്റെ കയ്യിലേക്ക് എത്തുകയാണ്.
അപ്പം അത് സഞ്ചരിക്കേണ്ട വരുന്ന ഒരു ചാനൽ, ട്രാൻസ്പോർട്ടേഷൻ ചാനൽ, ആ ചാനൽ കുറയ്ക്കാൻ നമുക്ക് പറ്റില്ല. കാരണം എന്താണ്, കൂടുതൽ ചാനലുകൾ കുറച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു റവന്യൂ കുറയും, ആളുകളിലേക്ക് കൂടുതൽ എത്തില്ല. സോ നമുക്ക് അത് കുറയ്ക്കാൻ പറ്റില്ല, ട്രാൻസ്പോർട്ടേഷൻ ഡിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലുള്ള വരാൻ സാധ്യതയുള്ള കൺസ്ട്രെയിനുകളെ മാക്സിമം കുറച്ചുകൊണ്ട് വി ക്യാൻ ഏൺ മോർ പ്രോഫിറ്റ്, അല്ലെങ്കിൽ വി ക്യാൻ ഏൺ മോർ റവന്യൂ, അല്ലെങ്കിൽ വി ക്യാൻ മിനിമൈസ് ദ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ട്രാൻസ്പോർട്ടേഷനിൽ വരാൻ സാധ്യതയുള്ള കോസ്റ്റുകൾ കുറയ്ക്കാം. അതിനെയാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഡീൽസ് വിത്ത് വാട്ട് ആൻഡ് ഓൾ, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പ്രോഡക്ട്സ് മാനുഫാക്ചർ അറ്റ് ഡിഫറെൻറ്റ് ഫാക്ടറീസ് ഓർ പ്ലാന്റ്സ് ടു എ നമ്പർ ഓഫ് ഡിമാൻഡ് ഡെസ്റ്റിനേഷൻസ്. അപ്പം നമ്മൾ ഇതിൽ ചെയ്യുന്ന എന്താണ്, ട്രാൻസ്പോർട്ടേഷൻ അതിൻ്റെ മാനുഫാക്ചറിങ് ഡെസ്റ്റിനേഷനിൽ നിന്ന് അത് ഡിഫറെൻറ്റ് പ്ലാന്റ്സിലേക്ക് പോകുന്ന ആ ഡിമാൻഡ് ഡെസ്റ്റിനേഷൻ, വെയർ ഹൗസിംഗ് ഉണ്ടെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ഫൈനൽ ഡെസ്റ്റിനേഷൻ, ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ ഉള്ള ഒരു യാത്രയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കോസ്റ്റുകളെ പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. അത് പഠിച്ച് അത് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളിതിൽ ചെയ്യുന്നത്. ഓക്കെ, ദെൻ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടു സാറ്റിസ്ഫൈ ഡിമാൻഡ് ഡെസ്റ്റിനേഷൻ റിക്വയർമെൻറ്റ് വിത്ത് ദ പ്ലാൻ കപ്പാസിറ്റി കൺസ്ട്രെയിൻ അറ്റ് മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അപ്പോൾ ഡിമാൻഡ് ഡെസ്റ്റിനേഷൻ റിക്വയർമെൻറ്റ് വിത്ത് ദ പ്ലാൻ കപ്പാസിറ്റി, വിത്തിൻ ദ പ്ലാൻ കപ്പാസിറ്റി അറ്റ് മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ത് മാത്രമാണ്, ടു മിനിമൈസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളെങ്ങനെ ചെയ്യുന്നു, ഡിറ്റർമിനേഷൻ ഓഫ് ക്വാണ്ടിറ്റി ടു ബി ട്രാൻസ്പോർട്ടഡ് ഫ്രം ഈച്ച് സപ്ലൈ ഡെസ്റ്റിനേഷൻ ടു ഈച്ച് ഡിമാൻഡ് ഡെസ്റ്റിനേഷൻ ടു സാറ്റിസ്ഫൈ ദ ഡിമാൻഡ് വൈൽ മിനിമൈസിങ് ടോട്ടൽ അസോസിയേറ്റഡ് കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ മോഡൽ പ്രോബ്ലം എന്താണെന്ന് നമുക്ക് മനസ്സിലായി കാണും അല്ലേ. ട്രാൻസ്പോർട്ടേഷനിൽ വരാൻ സാധ്യതയുള്ള കൺസ്ട്രെയിനുകളെ മാക്സിമം കുറച്ചുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമൈസ് ആക്കി നമുക്ക് റവന്യൂ ഏൺ ചെയ്യാം, നമ്മളെ ബെനിഫിറ്റിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള പ്രോബ്ലമാണ് എന്ത്, ട്രാൻസ്പോർട്ടേഷൻ മോഡൽ പ്രോബ്ലം എന്ന് പറയുന്നത്. We can see how this is calculated. Mathematical formulationലേക്ക് നമ്മൾ പോകുവാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. നമുക്ക് ഫാക്ടറീസ് അല്ലെങ്കിൽ പ്ലാന്റുകളുണ്ട് അല്ലേ, പല ഔട്ട്ലെറ്റുകളുണ്ടാകാം. ഒരു മാനുഫാക്ചറിങ് കമ്പനീനെ സംബന്ധിച്ച് അതിന് ഒരൊറ്റ പ്ലാന്റ് ആയിരിക്കില്ല ഉണ്ടാകുക, പല പല പ്ലാന്റുകൾ, ഡെസ്റ്റിനേഷൻസ് ഒക്കെ ഉണ്ടാകും. സോ നമുക്ക് പ്ലാന്റ് അല്ലെങ്കിൽ ഫാക്ടറീസിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, P1, P2, P3 എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ആൻഡ് ഡിമാൻഡ് ഡെസ്റ്റിനേഷനെ നമുക്ക് D1, D2, D3 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ക്വാണ്ടിറ്റി, പ്രൊഡ്യൂസ് ചെയ്ത ക്വാണ്ടിറ്റീനെ നമുക്ക് എന്ത് ചെയ്യാം, Q1, Q2, Q3 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ ദ റിക്വയർമെൻറ്റ് ഓഫ് ഈച്ച് ഡിമാൻഡിനെ നമുക്ക് എന്ത് ചെയ്യാം, R1, R2, R3 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാം. സോ നമ്മൾ പ്ലാന്റിനെ P എന്ന് റെപ്രസെൻറ്റ് ചെയ്തു, ഡിമാൻഡ് ഡെസ്റ്റിനേഷനെ D എന്ന് റെപ്രസെൻറ്റ് ചെയ്തു, ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ അതിനെ Q എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ദെൻ ഡിമാൻഡ് ഡെസ്റ്റിനേഷൻസ് നമ്മൾ എന്ത് ചെയ്തത്, റിക്വയർമെൻറ്റ് ഓഫ് ഡിമാൻഡ് ഡെസ്റ്റിനേഷൻ നമ്മളെന്താ റിക്വയർമെൻറ്റിന് R എന്ന് കൊടുത്തു. ദെൻ ടോട്ടൽ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, Q1, Q2, Q3 പ്ലസ് Q3 പ്ലസ് നമുക്കറിയത്തില്ല അതിന് നമ്പർ എത്രയാണ്, അതുകൊണ്ട് നമ്മൾ QN അപ് ടു QM എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, QN ഇസ് ഈക്വൽ ടു സിഗ്മ Q. ഇത് സിഗ്മയാണ് കേട്ടോ, സിഗ്മയാണ് ഉദ്ദേശിച്ചത് ഇവിടെ. സിഗ്മ Q, ദ ടോട്ടൽ ക്വാണ്ടിറ്റി റിക്വയർഡ് എന്തായിരിക്കും, സിഗ്മ R, then sigma Q is equal to sigma R. Requirement should be equal to quantity produced. Total of requirement should be equal to total of quantity produced എന്നാണ് പറഞ്ഞത്. That is sigma R is equal to sigma Q എന്നാണ് വരുന്നത്. Okay, let Tij be the transportation cost of one unit from the I in the origin and J the destination. The above information can be presented in a matrix form. നമുക്ക് ടേബിളിലേക്ക് ഇതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, TIG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഓഫ് പെർട്ടിക്കുലർ യൂണിറ്റ്, ഒരു യൂണിറ്റിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഫ്രം ദ ഒറിജിൻ ടു ഡെസ്റ്റിനേഷൻ ആണ്. അപ്പോൾ അതൊരു ടേബിൾ ഫോമുലാറ്റിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം, നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ വരിക. ഇതാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ. ഇങ്ങനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ മോഡൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം ടോട്ടൽ ക്വാണ്ടിറ്റി റിക്വയർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, Q1, Q2, Q3 ആൻഡ് QM, അതായത് നമുക്കറിയത്തില്ല എത്രത്തോളം ഉണ്ടെന്ന്. പിന്നെ ഡിമാൻഡ് കൊടുത്തിട്ടുണ്ട്, ഡിമാൻഡ് ഡെസ്റ്റിനേഷൻ D1, D2, D3 അപ് ടു DN. ദെൻ പ്ലാന്റ് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓരോന്നിലും ഇതിങ്ങനെ ഒരു സെല്ലായിട്ട് നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം, ഓരോന്നും സെല്ലായിട്ട് വരയ്ക്കാം. അപ്പോൾ നമുക്കറിയാം ഓരോ സെല്ലിലും T11 എന്ന് പറയുന്നത് എന്താ, ഫസ്റ്റ് സെല്ലിൽ ഒറിജിനിൽ നിന്നും
ഡെസ്റ്റിനേഷനിലേക്ക്, അതായത് ഡിമാൻഡ് 1 പ്ലാന്റ് 1, T1 2 എന്ന് പറയുന്നത് എന്താണ്, ഡിമാൻഡ് 2 പ്ലാന്റ് 1. ഇങ്ങനെയാണ് ഈ ഒരു ഫോമാറ്റിൽ ഒരു മെട്രിക്സ് ടേബിൾ ആയിട്ടാണ് നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ടേബിളിന് നമ്മൾ വരയ്ക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആകും. ഇതാണ് ഫോമാറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ദെൻ അതിനുശേഷം ലീനിയർ പ്രോഗ്രാമിംഗ്, ഫോർമുലേഷൻ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. അത് ലീനിയർ പ്രോഗ്രാമിങ്ങിലേക്ക് നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. മിനിമൈസ് സബ്ജക്റ്റുകളുണ്ട്, സബ്ജക്റ്റ് കൺസ്ട്രെയിനുകൾ ഇത് രണ്ടുമാണ്. അപ്പോൾ അത് നമുക്ക് ലീനിയർ പ്രോഗ്രാമിങ്ങിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ പ്രോബ്ലം ചെയ്യാറില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ ഡെഫിനിഷൻസിനെ കുറിച്ച് പഠിക്കാം. നമുക്ക് അറിയണം, നമുക്ക് എന്ത് പ്രോബ്ലം ചെയ്യുമ്പോഴും അതിൽ വരുന്ന ടേംസുകളെ കുറിച്ചും അറിയണം, അത് എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു എന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി വേണം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് ഫീസിബിൾ സൊല്യൂഷൻ. ഫീസിബിൾ സൊല്യൂഷൻ നമുക്ക് ഓൾറെഡി അറിയാം. എന്താണ് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് നമ്മൾ LPPയിൽ കണ്ടതാണ്. ഇപ്പോൾ ഫീസിബിൾ സൊല്യൂഷൻ, ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിലെ ഫീസിബിൾ സൊല്യൂഷൻ is a set of non-negative allocation which satisfy the റോ ആൻഡ് കോളം സം റെസ്ട്രിക്ഷൻസ്. അപ്പോൾ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ LPPയിലെ ഫീസിബിൾ സൊല്യൂഷൻ തന്നെയാണ്. സെറ്റ് ഓഫ് നോൺ നെഗറ്റീവ് അലോക്കേഷൻ വിത്ത് സാറ്റിസ്ഫൈ ദ റോ ആൻഡ് കോളം സം റെസ്ട്രിക്ഷൻസ്. ഓക്കെ, ദെൻ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാലോ, നമ്പർ ഓഫ് നോൺ നെഗറ്റീവ് അലോക്കേഷൻ ഇസ് ഈക്വൽ ടു m plus n minus 1, where m is the number of rows and n is the number of columns in a transportation problem. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടെ പ്രോബ്ലം ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ക്ലിയർ ആകുക. അതിൻ്റെ തിയറി പറയുമ്പോൾ അത്ര ക്ലിയർ ആവണമെന്നില്ല. അപ്പോൾ ബേസിക് സൊല്യൂഷൻ്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. m plus n minus 1 should be equal to a non-negative number. non-negative ആകണം എന്നാണ്, ഈക്വൽ ടു നോൺ നെഗറ്റീവ് അലോക്കേഷൻ ഷുഡ് ബി ഈക്വൽ ടു ഇതിലേക്ക്, ഇത് ഈ ഒരു ഫോർമുലയിലേക്ക് വരണം. m എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസ്, n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളംസ്. ഓക്കെ, ദെൻ ഒപ്റ്റിമം സൊല്യൂഷൻ നമുക്കറിയാം. ഒപ്റ്റിമം സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മിനിമൈസ്, മാക്സിമം ട്രാൻസ്പോർട്ടേഷൻ കുറച്ച എമൗണ്ട് എത്രത്തോളം നമുക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റുമോ അതാണ് ആ ട്രാൻസ്പോർട്ടേഷൻ മോഡലിൻ്റെ ഒപ്റ്റിമം സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഫീസിബിൾ സൊല്യൂഷൻ ഇസ് സെറ്റ് ടു ബി ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഇഫ് ഇറ്റ്സ് മിനിമൈസ് ദ ട്രാൻസ്പോർട്ടേഷൻ. ഏറ്റവും കുറവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒപ്റ്റിമം സൊല്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ നോൺ ഡീജനറേറ്റ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. അപ്പോൾ അത് വേറൊരു ഏരിയ ആണ്. നമ്മൾ ഡീജനറേഷൻ സംഭവിക്കാത്ത രീതിയിലുള്ള, അതായത് നമ്മളിങ്ങനെ കട്ട് ചെയ്താണ് ഇതിൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ഇതിനെ ലാസ്റ്റ് ഒരു മിനിമം വാല്യൂവിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പം നമ്മൾ കട്ട് ചെയ്ത് ചെയ്യുമ്പം ചിലപ്പോൾ നമുക്ക് ആ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇക്വേഷൻ m plus n minus 1 എന്നുള്ള ഇക്വേഷനിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അങ്ങനത്തെ രീതിയിലുള്ള പ്രോബ്ലമാണ് നോൺ ഡീജനറേറ്റ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്, m plus n minus 1, പിന്നെ ഈച്ച് അലോക്കേഷൻ ഇസ് ഇൻഡിപെൻഡൻറ്റ്. അത് രണ്ടുമാണ് അതിൽ കൺസിഡർ ചെയ്യുന്ന. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആകും. ഓക്കെ, ദെൻ നമുക്ക് നോക്കാനുള്ളത് ലൂപ്സ് ആണ്. ലൂപ്സ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു തിയററ്റിക്കലി പറയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും, പക്ഷേ ഇത് സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ലൂപ്പ് എന്ന് പറയുന്നത്. ആൻ ഓർഡേർഡ് സെറ്റ് ഓഫ് 4 or more സെൽസ് ക്യാൻ ബി ഫോംഡ് ആസ് എ ലൂപ്പ്. ലൂപ്പ് എന്ന് പറയുന്നതാണ് ഒരു ക്ലോസ്ഡ് ഫിഗറിനെയാണ് നമ്മൾ ലൂപ്പ് എന്ന് പറയുക. ഇങ്ങനെ ക്ലോസ് ചെയ്ത് പോകുന്നതിനെയാണ് ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ closed set of 4 or more cells can be formed as a loop of any of the two adjacent cell in ordered set, either in same row in the same column. Feasible solution to a transportation problem is basic if the corresponding cell in the transportation table do not contain a loop. Solution to transportation problem. Okay, അപ്പോൾ ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ആ ടേബിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിങ്ങനെ ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മളൊരു ലൂപ്പ് എന്ന് പറയും. ഓക്കെ, അതെങ്ങനെ ഫോം ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് പ്രോബ്ലം ചെയ്താലാണ് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഫോം ചെയ്യുന്നതിനാണ് ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അതിൻ്റെ സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റെപ്സ് നമുക്ക് എന്തായാലും പഠിക്കണം. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഡിഫൈൻ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. നമ്മൾ LPPയിൽ പഠിച്ചതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ത് തന്നെയാണ്, മിനിമൈസേഷൻ കോസ്റ്റ് ആണ്. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിനെ സംബന്ധിച്ച് വേറെ ഒബ്ജക്റ്റീവ് ഒന്നുമില്ല, മിനിമൈസേഷൻ തന്നെയാണ് ഒബ്ജക്റ്റീവ് വരിക. അതിനുശേഷം നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ടേബിളാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. നമുക്ക് ഒരു റിട്ടൺ പാരഗ്രാഫിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാകുക, അല്ലെങ്കിൽ നമുക്കൊരു ടേബിളായിട്ട് ഡാറ്റ തന്നിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ടേബിളിലേക്ക് നമ്മൾ അതിനെ മാറ്റണം. വിത്ത് m number of rows and n number of columns represent the sources.
Okay, the source may be factories or plants. N column represent the destination. അപ്പം N എന്ന് പറയുന്നത് കോളം ആണ്, അത് ഡെസ്റ്റിനേഷൻ ആണ്. M എന്ന് പറയുന്നത് റോ ആണ്. M എന്ന് പറയുന്നത് എന്താണ്? റോ ആണ്. ഇത് ഇങ്ങനെ പോകുന്നതാണ് റോ അന്നേരം ഫാക്ടറീസ് വരും, ഇങ്ങോട്ട് ഫാക്ടറീസ് വരും. പിന്നെ കോളം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡെസ്റ്റിനേഷൻസ് ആണ് കോളം എന്ന് പറയുന്നത്. അതിനുശേഷം ഡെവലപ്പ് ആൻ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ടു ദാറ്റ് പ്രോബ്ലം. ഒരു ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ വെരിഫൈ വെദർ ദ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഇസ് ഒപ്റ്റിമം ഓർ നോട്ട്. നമ്മൾ പഠിച്ചു നേരത്തെ ഡെഫിനിഷൻസ് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഒപ്റ്റിമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും മിനിമം കോസ്റ്റിലെത്തുന്ന ആ ഒരു വാല്യൂവിനാണ് നമ്മൾ ഒപ്റ്റിമം എന്ന് പറയുന്നത്. സോ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ വി ഷുഡ് ചെക്ക് വെദർ ഇറ്റ് ഈസ് ഒപ്റ്റിമം ഓർ നോട്ട്. അപ്പോൾ സൊല്യൂഷൻ ഇസ് ഫീസിബിൾ ഇഫ് ദ സൊല്യൂഷൻ ഹാവ് അലോക്കേഷൻ ആൻഡ് cells with independent position. Cells having allocation is known as occupied cells and other cells are known as empty cells. അപ്പോൾ occupied cells ഉണ്ട്, empty cells ഉണ്ട്. രണ്ട് ടേമും കൂടെ നിങ്ങൾ അവിടെ മനസ്സിലാക്കി വെക്കുക. occupied empty cells. അതിനുശേഷം നമ്മൾ opportunity cost related with empty cells are to be computed to test whether the feasible solution is optimum or not. A positive opportunity cost for all the empty cells denote optimum solution to the transportation problem. അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒപ്റ്റിമം ആണോ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ലൂപ്പ് ഫോം ചെയ്തതിന് ശേഷം നമ്മൾ ഒക്യുപ്പൈഡ് സെൽസിനെയും എംപ്റ്റി സെൽസിനെയും കണ്ടുപിടിക്കുന്നു. അതിനുശേഷമാണ് നമ്മൾ ഈ പ്രോബ്ലം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണ്ടുപിടിക്കുന്നു. ഇഫ് ദ സൊല്യൂഷൻ ഇസ് നോട്ട് ഒപ്റ്റിമൽ ദെൻ മോഡിഫൈ ദ അലോക്കേഷൻ. അതാണ് സംഭവം. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെയാണ്. നമ്മൾ ഒറ്റ ടേബിൾ വരച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞു, നമുക്ക് ഒറ്റ പ്രാവശ്യം ചെയ്തപ്പോൾ നമുക്ക് ഫീസിബിൾ സൊല്യൂഷൻ കിട്ടും. അതിനുശേഷം നമ്മളത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അതിനുശേഷം നമുക്കത് ഒപ്റ്റിമൽ അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ടേബിൾ വരയ്ക്കേണ്ടി വരും. അങ്ങനെ ഒപ്റ്റിമൽ ആകുന്നോടം വരെ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടി വരും. അതാണ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിൻ്റെ ഒരു പ്രത്യേകത. നമ്മളിങ്ങനെ ഡ്രോ ചെയ്ത് ടേബിൾ ഡ്രോ ചെയ്താണ് ഈ പ്രോബ്ലം പ്രോഗ്രസ് ചെയ്യുന്നത്. ദെൻ റിപ്പീറ്റ് ദ സ്റ്റെപ്സ് 5, 6 till the optimal solution is attained. അപ്പം നമ്മൾ ഒരു 4, 5 പ്രാവശ്യം ചിലപ്പം റിപ്പീറ്റ് ചെയ്യേണ്ടി വരും ഒപ്റ്റിമൽ സൊല്യൂഷൻ എത്തുന്നത് വരെ. ചില പ്രോബ്ലത്തിൽ നമുക്ക് സെക്കൻഡ് ഓർ തേർഡ് സ്റ്റെപ്പിൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടും. അപ്പം നമുക്കവിടെ സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി വരച്ച് പോകേണ്ടി വരും. അതാണ് ഇതിൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് 3 മെത്തേഡുകളാണ് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്, ദെൻ സെക്കൻഡ് വൺ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് ആൻഡ് തേർഡ് വോഗൽ അപ്രോക്സിമേഷൻ മെത്തേഡ്. അപ്പം ഈ 3 മെത്തേഡാണ് നമ്മൾ മെയിൻലി പഠിക്കുന്നത്. വേറെ മെത്തേഡ്സ് കൂടി പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡാണ്. അപ്പം നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡാണ്. ഇതാണ് ഈ ഒരു ടൈപ്പിൽ തന്നെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിന് എന്തുകൊണ്ട് ആ ഒരു പേര് വന്നു നോർത്ത് വെസ്റ്റ് കോർണർ എന്ന് പറയുന്നത്? അത് യൂഷ്വലി ഇത് ജനറേറ്റ് ചെയ്യുന്നത്, അതായത് ഈ മെത്തേഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ നോർത്ത് വെസ്റ്റ് അല്ലെങ്കിൽ അപ്പർ ലെഫ്റ്റ് കോർണറിൽ നിന്നാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പർ ലെഫ്റ്റ് കോർണർ എന്ന് പറയുമ്പോൾ ടേബിളിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനങ്ങനെ ഒരു പേര് വന്നത് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നമ്മൾ സാധാരണ ടേബിൾ വരയ്ക്കുന്ന പോലെ തന്നെയാണ്. ഈച്ച് റോ ഓഫ് ദ ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ കറസ്പോണ്ട്സ് ടു ദ സ്പെസിഫിക് ലാൻഡ് ഓർ ഫാക്ടറി. ഈച്ച് കോളം കറസ്പോണ്ട്സ് ടു സ്പെസിഫിക് ഡെസ്റ്റിനേഷൻ. നമ്മളിത് പി എന്ന് പറഞ്ഞിരുന്നു അല്ലേ, പ്ലാന്റ്, മറ്റേത് ഡി എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം cells will contain both quantity to be transported and transportation cost. The quantity to be transported will be shown in the center of the cell and will be encircled. Per unit transportation cost is shown in the small rectangular box which is shown in the right hand side corner of each cell. അപ്പം നമുക്കിത് ചെയ്താലാണ് നമുക്ക് കൂടുതൽ ക്ലിയർ ആകുള്ളൂ. ഇപ്പോൾ ഒരു ടേബിൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, നമ്മൾ ചെയ്യുന്ന കാര്യം ഇവർ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ടേബിൾ ഇങ്ങനെ വരുന്നു എന്ന് പറയുന്നു. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വി വിൽ സ്റ്റാർട്ട് ഫ്രം ഹിയർ. അതിനുശേഷം നമുക്ക് ഇവിടെ ഡിമാൻഡ് ഉണ്ട്, ഇവിടെ നമുക്ക് റിക്വയർമെൻ്റ് ഉണ്ട്, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ കോളത്തിൻ്റെ ഉള്ളിലൊരു സെല്ലിൻ്റെ ഉള്ളിലൊരു ഡിജിറ്റ് ഉണ്ടാവും. ആ ഡിജിറ്റിനെ നമ്മൾ ഈ ഡിമാൻഡും സപ്ലൈയും വെച്ച് നമ്മൾ കമ്പയർ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന എമൗണ്ട് നമ്മളിവിടെ സ്ക്വയർ ചെയ്ത് എഴുതണം എന്നാണ് ഈ ഒരു എക്സ്പ്ലനേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഐ തിങ്ക് ഇറ്റ് വിൽ ബി മോർ ക്ലിയർ വെൻ വി ആർ ഡൂയിങ് എ പ്രോബ്ലം. പ്രാക്ടിക്കൽ പ്രോബ്ലം ചെയ്യുമ്പോഴായിരിക്കും ഇറ്റ് വിൽ ബി മോർ ക്ലിയർ.
ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത്രേ ഉള്ളൂ, അത്രയും കാര്യമാണ് ഇവരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സ്റ്റെപ്സ് നോക്കാം. സ്റ്റെപ്സിൽ കൺസിഡർ ഫസ്റ്റ് ലാൻഡ് സപ്ലൈ ഓർ അവൈലബിലിറ്റി ആൻഡ് ഫസ്റ്റ് മാർക്കറ്റ് ഓർ വെയർഹൗസ് ഡിമാൻഡ്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടേബിളിലാണെങ്കിൽ ഫസ്റ്റ് ഡിമാൻഡിനെയും സപ്ലൈനെയും, ഇവിടെ ഡിമാൻഡ് വരും, ഇവിടെ സപ്ലൈ വരും. സപ്ലൈ താഴെ എഴുതാറുണ്ട്, താഴെ. അപ്പം അതിനെ രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇതിൽ ലോവസ്റ്റ് എടുക്കുന്നു, ലോവസ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നോർത്ത് വെസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ ഡിമാൻഡും റിക്വയർമെൻറ്റും തമ്മിൽ കമ്പയർ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന വാല്യൂ ഇവിടെ ഒരു സ്ക്വയർ ഇട്ടതിന് ശേഷം ആ ഒരു നോർത്ത് വെസ്റ്റ് കോർണറിൽ, ടോപ്പ് മോസ്റ്റ് കോർണറിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ആ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് അതിനുശേഷം നമ്മൾ പിന്നെയുള്ള ലീസ്റ്റ് എടുക്കുന്നു. അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്താണ് പോകുന്നത്. അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പിൽ ദെൻ കണ്ടിന്യൂ ദ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻഡ് ഇൻ ഫസ്റ്റ് ടിൽ വി ഗെറ്റ് ആൻ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം. ഇത് തന്നെ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് നമുക്ക് ഇവിടെയുള്ള ഡിമാൻഡും ഇവിടെയുള്ള സപ്ലൈയും നമുക്ക് 0 ആകുന്നോടം വരെ നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യും, ലാസ്റ്റ് നമ്മുടെ ഈ സെല്ലുകൾ ശോഷിച്ച് ലാസ്റ്റ് ഒറ്റ വാല്യൂയിലേക്ക് വരും, ഒറ്റ ഒരു സെല്ലിലേക്ക് വരും. നമ്മുടെ ഒരു ടേബിളായിരുന്നു, ആ ടേബിൾ 1-2 സെല്ലിലേക്ക് കട്ട് ചെയ്ത് നമ്മൾ റോയിനെയും കോളത്തിനെയും എലിമിനേറ്റ് ആണ് ചെയ്യുന്നത് ഇവിടെ. അപ്പം റോയും കോളവും എലിമിനേറ്റ് ചെയ്ത് ലാസ്റ്റ് നമ്മളൊരു പെർട്ടിക്കുലർ സെല്ലിലേക്ക് വരും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ആ പെർട്ടിക്കുലർ സെല്ലുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ വാല്യൂസ് എടുക്കുന്നത്.